മാറുന്ന ഋതുക്കൾക്കൊപ്പം മൂന്ന് തരം വശ്യതയുമായി പ്രകൃതി ഒളിപ്പിച്ചു വെച്ച ഒരു സ്വർഗമുണ്ട്. നെല്ല് വിളയുമ്പോൾ സ്വർണ്ണക്കടൽ പോലെ തിളങ്ങുന്ന, മഴക്കാലത്ത് ഒരൊറ്റ ജലാശയമായി മാറി മനസ്സ് നിറയ്ക്കുന്ന ചങ്ങരംകുളത്തുകാരുടെ സ്വന്തം അഭിമാനമായ സ്രായിക്കടവ്. ഓർമ്മകളുടെ സുഗന്ധമുള്ള എൻ്റെ മൂക്കുതലയിലെ ഗ്രാമവഴികളിലൂടെ സ്രായിക്കടവിൻ്റെ ആ വശ്യസുന്ദരമായ കാഴ്ചകളിലേക്ക് ഇന്ന് ഞങ്ങൾ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാണാം ഒരു നൊസ്റ്റാൾജിക് സിനിമാറ്റിക് യാത്ര. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല. ചങ്ങരംകുളത്ത് നിന്നും തെക്കേ റോഡിലൂടെ ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച മനോഹരമായ ഒരു സ്വർഗമുണ്ട്. അങ്ങോട്ടേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. അതെ, വശ്യ സുന്ദരമായ ആ സ്രായിക്കടവിലേക്ക്. ചങ്ങരംകുളം വഴി വരുന്നവർക്ക് നേരെ തെക്കേ റോഡിലൂടെ സുഖമായി ഇവിടെ എത്താം. പക്ഷേ ഞാൻ ഇന്ന് പുറപ്പെട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം മൂക്കുതലയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം നിറഞ്ഞ വശ്യതയുള്ള എൻ്റെ നാട്ടിൻപുറത്തെ പച്ചപ്പ് നിറഞ്ഞ ഈ ഗ്രാമ വഴികളിലൂടെയാണ് ഞാൻ അങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. മനോഹരമായ ഗ്രാമവഴികൾ പിന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ചങ്ങരംകുളത്തു നിന്നും വരുന്ന ആ പ്രധാന റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചുറ്റിനും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ, മനസ്സിന് സുഖം തരുന്ന നല്ല തണുത്ത കാറ്റ്. ഈ മനോഹരമായ വഴികളിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സ്രായിക്കടവ് എത്തുന്നതിന് തൊട്ടു മുൻപായി റോഡിൻ്റെ വലതുവശത്ത് മനോഹരമായ ഒരു ക്ഷേത്രം കാണാം. ഇതാണ് പ്രശസ്തമായ മണലിയാർക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രക്കാഴ്ചകൾ ഇപ്പോൾ ദൂരത്തു നിന്ന് മാത്രമേ കാട്ടിത്തരുന്നുള്ളൂ. എങ്കിലും സ്രായിക്കടവ് സന്ദർശിച്ച് തിരിച്ചു പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ വിശദമായി തന്നെ കാട്ടിത്തരാം. ചില യാത്രകൾ ഇങ്ങനെയാണ്. വലിയ ലക്ഷ്യങ്ങളില്ലാതെ നാട്ടിൻപുറത്തിൻ്റെ ഹൃദയമിടിപ്പ് അറിഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് അലിഞ്ഞു ചേരാൻ വേണ്ടിയുള്ള യാത്രകൾ. ഓർമ്മകളുടെ സുഗന്ധമുള്ള എൻ്റെ മൂക്കുതലയിലെ ഗ്രാമവഴികൾ പിന്നിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് ചങ്ങരംകുളത്തുകാരുടെ സ്വന്തം സ്രായിക്കടവിലാണ്. ഇപ്പോൾ ഇവിടെ കൊയ്ത്തു കഴിഞ്ഞ കാലമാണ്. കതിരുകൾ കൊയ്തെടുത്ത പാടശേഖരങ്ങൾ ഒരു വലിയ ശൂന്യതയോടെ കിടക്കുമ്പോഴും തൊട്ടരികിലെ തോടുകളിൽ പച്ചപ്പും പേറി തെളിനീരുമായി കെട്ടി നിൽക്കുന്ന വെള്ളം, അത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പഴയൊരു കാലത്തിൻ്റെ കുളിർമയാണ് പെയ്തിറക്കുന്നത്. ശരിക്കും മാറുന്ന ഋതുക്കൾക്കൊപ്പം മനസ്സിൽ പ്രണയം നിറയ്ക്കുന്ന ഈ സ്രായിക്കടവിന് ഒരൊറ്റ ഭാവം മാത്രമല്ല ഉള്ളത്. മാറിമറിയുന്ന 3 ഋതുക്കളിലും 3 തരം വശ്യതയാണ് ഈ മണ്ണിൽ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നെല്ല് വിതച്ച് മുളയ്ക്കുന്ന കാലത്ത് കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പുതപ്പ് പുതച്ചു നിൽക്കുന്ന സ്രായിക്കടവ്.
പിന്നീട് കതിരണിഞ്ഞ് വിളഞ്ഞ പാകമാകുമ്പോൾ അസ്തമയ സൂര്യൻ്റെ വെളിച്ചത്തിൽ സ്വർണ്ണക്കടൽ പോലെ തിളങ്ങി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. ഇനി വർഷക്കാലമെത്തിയാലോ, ആകാശപ്പരപ്പ് കറുത്തുരുണ്ട് മഴനൂലുകളായി പെയ്തിറങ്ങുമ്പോൾ ഈ പാടശേഖരങ്ങളെല്ലാം ഒരൊറ്റ ജലാശയമായി മാറും. വെള്ളം നിറഞ്ഞു തുളുമ്പുന്ന ഈ കടവിലിരുന്ന് കുളിർക്കാറ്റേറ്റ് ഒരു ചായ കുടിക്കുന്നതും തോണി തുഴഞ്ഞ് നീങ്ങുന്നതും ഇവിടുത്തെ മാത്രം സുഖമുള്ള കാഴ്ചകളിലൊന്നാണ്. ഇരുവശത്തും പച്ചപ്പിൻ്റെ അതിരിട്ട ഗ്രാമീണ റോഡും സായാഹ്നങ്ങളിൽ ഒത്തുകൂടുന്ന നാട്ടുകാരുടെ ഈ ചെറിയ ചായക്കടയുമൊക്കെ ഒരു സിനിമാറ്റിക് ഫ്രെയിം പോലെ സുന്ദരമാണ്. പുഴയിലേക്ക് ജാലകം തുറന്നിട്ട ഈ കൊച്ചു കഫേയിലിരുന്ന് പ്രകൃതിയെ തൊട്ടറിയാൻ വൈകുന്നേരങ്ങളിൽ ഒട്ടനവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഒരു നാടിൻ്റെ മുഴുവൻ വശ്യതയും ഗൃഹാതുരത്വവും ഈ ഒറ്റ തീരത്ത് ഒതുങ്ങി നിൽക്കുന്നു. അതെ, സ്രായിക്കടവ്. മാറുന്ന ഋതുക്കൾക്കൊപ്പം മനസ്സിൽ എന്നും ജീവിക്കുന്ന പ്രകൃതിയുടെ ഒരു മഹാവിസ്മയം. സ്രായിക്കടവിൻ്റെ ഈ നിശബ്ദതയിൽ നിന്നും നമ്മൾ പതുക്കെ നടന്ന് കയറുന്നത് കാലം കാത്തുവെച്ച മറ്റൊരു ലോകത്തേക്കാണ്. അരികിൽ തന്നെയുള്ള മണലിയാർക്കാവ് ദേവീക്ഷേത്രം. ഈ ഗോപുരവാതിൽ കടക്കുമ്പോൾ തന്നെ ഒരു പഴങ്കഥയുടെ താളുകളിലേക്ക് നമ്മൾ അറിയാതെ നടന്നു പോവുകയാണ്.
നാട്ട് പച്ചപ്പുകൾക്ക് നടുവിൽ ഒരു നാടിൻ്റെ മുഴുവൻ പ്രാർത്ഥനകളും കണ്ണീരും ഏറ്റുവാങ്ങിയ പുണ്യഭൂമി. വാനോളം ഉയർന്നു നിൽക്കുന്ന പെരും ആൽമരം. എത്ര തലമുറകൾക്ക് ഈ മുത്തശ്ശി ആൽമരം തണലേകിയിട്ടുണ്ടാകും. എത്രയെത്ര കാറ്റുകൾക്കും കോളിളക്കങ്ങൾക്കും ഇത് സാക്ഷിയായി നിന്നിട്ടുണ്ടാകും. ക്ഷേത്രമുറ്റത്തെ കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ഈ വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രകൃതിക്ക് മുന്നിൽ എത്ര ചെറുതാണെന്ന് തോന്നിപ്പോകുന്നു. അരികിൽ കരിങ്കൽ പടവുകൾ കെട്ടിയ ഒരു പഴയ ക്ഷേത്രക്കുളം. പച്ചപ്പട്ടണിഞ്ഞ ഈ തെളിനീരിലേക്ക് നോക്കുമ്പോൾ ആകാശവും ആൽമരക്കൊമ്പുകളും അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ ഇന്നലകളെയാണ്. ഈ പടവുകളിൽ തട്ടി ചിതറുന്ന വെള്ളത്തിന് പോലും പറയാൻ നൂറ്റാണ്ടുകളുടെ ഓർമ്മകളുടെ സുഗന്ധമുണ്ട്. കറുപ്പും ചുവപ്പും ടൈലുകൾ പാകിയ വിസ്താരമേറിയ ഈ ക്ഷേത്രമുറ്റം, അതിൻ്റെ നടുവിലായി ശാന്തമായി നിലകൊള്ളുന്ന ചുറ്റമ്പലവും ശ്രീകോവിലും. ഒരു വലിയ ജനതയുടെ ആത്മവിശ്വാസമാണ് ഈ കാണുന്ന ഓരോ ചുവരുകളും. പ്രാർത്ഥനകളോടെ ആളുകൾ വലമയ്ക്കുന്ന ഈ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം പതുക്കെ പെയ്തൊഴിയുന്നത് നമ്മളറിയും. മണലിയാർക്കാവിലെ ഈ സായാഹ്നം അതൊരു തിരിച്ചറിവാണ്. പ്രകൃതിയും ആത്മീയതയും ഒത്തുചേരുന്ന ഈ മണ്ണിൽ അമ്മയുടെ തിരുനടയിൽ ഒരു നിമിഷം നമ്മൾ നമ്മളെ തന്നെ മറന്നു നിൽക്കുന്നു. കതിരിന്റെ തുഞ്ചത്തിരുന്നൊരു പവിഴത്തുമ്പി പാട്ടുപാടി പാടി നടക്കുന്ന പക്ഷികളൊക്കെയും പുതുമഴ തൻ താളമായി. കാഴ്ചകളുടെയും പ്രാർത്ഥനകളുടെയും ധന്യമായ നിമിഷങ്ങൾക്ക് ശേഷം ഇനി പതുക്കെ തിരിച്ചുപോക്കാണ്. വന്ന വഴികളിലേക്ക് വീണ്ടും കൺതുറക്കുമ്പോൾ സായാഹ്നത്തിൻ്റെ ആകാശച്ചെരിവിൽ സൂര്യൻ പതുക്കെ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നാട്ടിൻപുറത്തിൻ്റെ ഈ ശാന്തതയിൽ നിന്നും നമ്മളിപ്പോൾ പതുക്കെ പ്രവേശിക്കുന്നത് ചങ്ങരംകുളം ടൗണിൻ്റെ ആ തിരക്കുകളിലേക്കാണ്. ഒരു വശത്ത് പ്രകൃതിയുടെ നിശബ്ദമായ സ്വർഗമെങ്കിൽ തൊട്ടപ്പുറത്ത് ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലുകൾ. ഈ രണ്ട് ഭാവങ്ങളും ചേരുന്നതാണല്ലോ നമ്മുടെ നാട്. ശ്രായിക്കടവിൻ്റെ വശ്യതയും മണലിയാർക്കാവിൻ്റെ ആത്മീയതയും നെഞ്ചേറ്റിയുള്ള ഈ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നാട്ടിൻപുറത്തിൻ്റെ ഈ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറിച്ച് നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ ഈ ചെറിയ പിന്തുണയാണ് മുന്നോട്ടുള്ള യാത്രകൾക്ക് കരുത്തേകുന്നത്. കണ്ട കാഴ്ചകളേക്കാൾ മനോഹരമായ കാണാത്ത മറ്റൊരു പുത്തൻ കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് നന്ദി, നമസ്കാരം. നീലാകാശത്തെ മുത്തമിട്ടേ പച്ചക്കതിരിന്റെ തുഞ്ചത്തിരുന്നൊരു പവിഴത്തുമ്പി പാട്ടുപാടി പാടി നടക്കുന്ന പക്ഷികളൊക്കെയും പുതുമഴ തൻ